എന്റെ പ്രിയമുള്ളവരെ, ഖബർ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഖബർ നമ്മളോട് പറഞ്ഞു തരികയാ. കൊണ്ടുപോകേണ്ട രണ്ടാമത്തെ കാര്യമെന്ത്? അനബൈതുൽമാ. മോനെ, എന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുളാടടാ. വരുമ്പോ കത്തിച്ച് വെക്കാനുള്ള ഒരു വിളക്കുമായിട്ട് ഖബറിലേക്ക് പോകാവൂ എന്ന് എന്റെ പ്രിയമുള്ളവരെ ഖബർ നമ്മളോട് പറഞ്ഞു തരുമ്പോ സമയത്തിന്റെ കുറവ് കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യമെന്ത്? ഖബർ നമ്മളോട് പറയുന്ന ചെറുപ്പക്കാരാ, അനബൈതുറാബ്. ഖബർ നമ്മളോട് പറഞ്ഞു തരികയാ, ഖബർ നമ്മളോട് പറഞ്ഞു തരികയാ. സാധാരണ വഅദ് കേൾക്കുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാറുള്ള വഅദല്ല പൊന്നുമോര്. ഉസ്താദേ, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കില്ല എന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, പൊന്നുമോരെ, ഇന്ന് മംഗലാപുരത്തേക്ക് വഅദിന് വരുമ്പോ ഒരു മരിച്ച വീടിന്റെ ചാരത്തുകൂടാ കിടന്നു വന്നത് 35 വയസ്സുള്ള 2 മക്കളുള്ള ഒരു ചെറുപ്പക്കാർ. അല്ലാഹുവേ, എന്ത് സന്തോഷമുള്ള ജീവിതമെന്നറിയുവോ? പടച്ചറപ്പേ, റോഡ് പണിക്ക് പോകുന്നവനാ, റോഡ് പണിക്ക് പോകുന്ന 35 വയസ്സുള്ള ചെറുപ്പക്കാർ. പടച്ചറപ്പേ, തിളപ്പിച്ച ടാറ് വണ്ടിയുടെ പുറകിൽ വെച്ചിട്ട് ഓട്ടോയ്ക്കകത്ത് പടച്ചവരെ തിളച്ചു മറിയുന്ന ടാറ് വണ്ടിയുടെ പുറകിൽ വെച്ചിട്ട് പടച്ചവനെ വണ്ടി ഇങ്ങനെ കേറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോ വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് പൊട്ടിപ്പോവുകയാ. 35 വയസ്സുള്ള ചെറുപ്പക്കാർ പടച്ചവനെ ഓട്ടമറിഞ്ഞിട്ട് അല്ലാഹുവേ, കാണാനഴകുള്ള സുന്ദരനായ ചെറുപ്പക്കാർ ആ ടാറാ പൊന്നു സഹോദരന്റെ ശരീരത്തുകൂടെ വീഴുകയാ. തിളച്ച ടാറ് ശരീരത്തിലൂടെ വീണാലുള്ള രംഗമൊന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. രാവിലെ കെട്ടിപ്പിടിച്ച് മക്കൾക്ക് ഉമ്മ കൊടുത്തിട്ടിറങ്ങിപ്പോയ ചെറുപ്പക്കാർ, ഉമ്മയോട് യാത്ര പറഞ്ഞിട്ടിറങ്ങിപ്പോയ 35 വയസ്സുള്ള ചെറുപ്പക്കാർ. പടച്ചെറുപ്പേ, തിളച്ച ടാറ് തന്റെ ശരീരത്തിൽ വീണിട്ട് ശരീരം മുഴുവനും വെന്തുപോയിട്ട് കൈയുടെ എല്ല് വെളിയിൽ കാണുകയാ. കണ്ണില്ല ചെറുപ്പക്കാരാ, കണ്ണില്ല ചെറുപ്പക്കാരാ. ഇന്നലെ വൈകിട്ട് 8:30 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഐസിയുവിൽ കിടന്നു. പിഴച്ചവരെ, എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് 8:30 ആയപ്പോ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദ് മരിച്ചുപോയി ഉസ്താദ്, മരിച്ചുപോയി ഉസ്താദ്. ആ ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ ഞാൻ വയലിൽ വരുമ്പോ പടച്ചവരെ തലശ്ശേരി കഴിഞ്ഞപ്പോൾ, അല്ലാഹുവേ, പടച്ചവരെ തലശ്ശേരി മാഹിയെത്തിയപ്പോ കുഞ്ഞിപ്പള്ളിയുടെ പെണ്ടിലെത്തിയപ്പോ ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മയ്യത്ത് കൊണ്ടുവന്നു കൂത്തുപറമ്പിലാട്, ആ ചെറുപ്പക്കാരന്റെ മയ്യത്തൊന്ന് കാണാൻ കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന, ഉസ്താദ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കൊണ്ടുവരും, അപ്പോഴേ കബറടക്കം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരും, 10-15 മിനിറ്റ് വീട്ടിൽ വെക്കത്തുള്ളു, പെട്ടെന്ന് കബറടക്കം. എന്തേ എന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉസ്താദേ, കാണാനൊന്നുമില്ല, കാണാനൊന്നുമില്ല. തിളച്ചട്ടാറ് ശരീരത്തിൽ വീണിട്ട് ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞുപോയി. പടച്ചറപ്പേ, ഇന്നാ പൊന്നുമോൻ 6 മണ്ണിനകത്താ. ഇന്ന് ദുഹറിന്റെ സമയം, വൈകുന്നേരം അസറിന്റെ സമയമായപ്പോ ആ ചെറുപ്പക്കാരനെ പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കി. പൊന്നുമോര് 2 പിഞ്ചു കുഞ്ഞുങ്ങളോ, 2 പിഞ്ചു കുഞ്ഞുങ്ങളോ. എന്തെല്ലാം മോഹത്തോടെ നടന്നവരോ, എന്തെല്ലാം മോഹത്തോടെ നടന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ പറന്നു പോയിട്ടുണ്ടാകില്ലല്ലോ. നിങ്ങളുടെ നാട്ടിലല്ലേ 9 പേര് ഒറ്റയടിക്ക് പോയത്? 9 പേര് ഒറ്റയടിക്ക് പടച്ചവനെ നിരന്ന് ആംബുലൻസ് വന്ന ഒരു നാട് കാലം നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടല്ലോ. ആ ചെറുപ്പക്കാരന്റെ വീട് ഞാൻ കാണാൻ പോയി. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞപ്പോ, ഇന്ന് ഇസ്മായിൽ ഹാജിയുടെ കൂടപ്പറപ്പിന്റെ വീട്ടിൽ പോയി. അല്ലാഹുവേ, കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. വിശപ്പോടെ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്നപ്പോഴാ ആ ചെറുപ്പക്കാരൻ ആക്സലിന്റെ കഥ പറഞ്ഞു തന്നത്. ഉസ്താദേ,
ഒരു പള്ളിയിൽ നിന്ന് അടുത്ത പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ ഓടിയതോ പടച്ചവനെ ആക്സിഡന്റ് പറ്റിയിട്ട് മോനെ മരണത്തിന് എത്രയുണ്ടെന്ന്, മരണം എപ്പോഴാണ് വരുന്നതെന്ന് ചിന്തിക്കാൻ കൂടുതലൊന്നും വേണ്ടല്ലോ. പടച്ചവനെ മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് അതാ ഡ്രൈവറിന്റെ പുറകെ ഇരുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നിട്ട് ഏറ്റവും പുറകിലിരുന്നു. പുറകിലിരുന്ന ചെറുപ്പക്കാരനെ മുന്നിൽ കൊണ്ടിരുത്തി. പടച്ചവനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അല്ലാഹുവേ ഒരു കുടുംബത്തിലെ 9 പേര് പടച്ചവനെ ഒറ്റയടിക്ക് പോയല്ലോ. ചെറുപ്പക്കാരൻ പറയുന്ന ഉസ്താദേ, ഞാൻ എന്റെ കാലിങ്ങനെ മുന്നിലെ സീറ്റ് വന്ന് കാലിലിടിച്ചിട്ട് എന്റെ കാലനക്കാ കഴിയുന്നില്ല. നോക്കുമ്പോ പടച്ചവരെ എല്ലാവരും തീർന്നുപോയി. എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ചലിക്കുന്നില്ല. പ്രിയപ്പെട്ട ഭാര്യയുടെ തല 2ആയിട്ട് പൊട്ടിപ്പോയി. അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ചലിക്കുന്നില്ല. അല്ലാഹുവേ, ജീവിതത്തിന് ഇത്ര വിലയേ ഉള്ള ചെറുപ്പക്കാരാ, അതുകൊണ്ട് അഹങ്കാരം മറക്കുമോര്. നീയും റോഡിലൂടെ പോകുന്നവനല്ലേ, നീയും വാഹനത്തിൽ പായുന്നവനല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. നാളെ നന്നാകാമെന്ന് കരുതല്ലേ. നാളെ നീ ജീവിച്ചിരുന്നാലല്ലേ, നാളെ ജീവിച്ചിരുന്നാലല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനെ, നാളെ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ അവര് നമ്മളോട് പറയുന്നു അനബൈത്തു തുറാബ്. തറയിൽ കിടന്ന് നിനക്ക് ശീലമില്ലല്ലോ, മണ്ണിൽ കിടന്ന് ശീലമില്ലല്ലോ. മോനെ, നീ കട്ടിലിൽ കിടക്കുന്നവനല്ലേ, ഡബിൾ കോട്ട് കട്ടിലിൽ മെത്തയുടെ മുകളിൽ കിടക്കുന്നവനല്ലേ. ഒരു പായെങ്കിലും വിരിക്കാതെ, ഒരു പുതപ്പെങ്കിലും തറയിൽ വിരിക്കാതെ നിനക്ക് കിടക്കാനറിയില്ലല്ലോ. എടാ, എന്റെ വീടിനകത്ത് പായില്ലടാ, എന്റെ വീടിനകത്ത് പുതപ്പില്ലടാ, എന്റെ വീടിനകത്ത് കട്ടിലില്ലടാ. മോനെ, പച്ച മണ്ണാ മോനെ. അതുകൊണ്ട് ഖബർ പറയുകയാണ് അനബൈതു തുറാബ് ഫഹമിൽ ഫിറാസി. പള്ളിക്കാട്ടിലേക്ക് വരുമ്പോ വിരിക്കാനുള്ള ഒരു പായും കൊണ്ടേ പോകാവൂ ചെറുപ്പക്കാരോ. പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ 6 അടി മണ്ണിനകത്ത് കിടക്കാൻ ഒരു പായും കൊണ്ട് വേണം കൊണ്ടുപോകാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, 6 അടി മണ്ണിനകത്ത് വിരിക്കാനുള്ള ഒരു വിരിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. 6 അടി മണ്ണിനകത്തേക്ക് നിന്റെ മണ്ണറ മണിയറയാക്കണ്ടേ. ഇന്ന് വരെ സ്വർണത്തിന്റെ മുകളിൽ കിടന്നിട്ടുണ്ടോ ചെറുപ്പക്കാരോ? ഇന്ന് വരെ സ്വർണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. 6 അടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ പായുടെ മുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന 23 മക്കളുണ്ട്. അല്ലാഹുവേ, അവർക്കൊരു ബിൽഡിംഗ് കെട്ടാരോ? അല്ലാഹുവേ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് വരികയാ. എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ. അസ്റായിൽ വരുമ്പോ നിനക്ക് ഓടാ കഴിയില്ലല്ലോ. മലക്കുൽ മൗത്ത് വരുമ്പോ നീ ഓടാ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. എത്രയാ എടുക്കുന്നതെന്ന് നോക്കല്ലേ, എത്രയാ എടുക്കുന്നതെന്ന് നോക്കല്ലേ. പടച്ചുറപ്പേ, ഈ കൊടുക്കുന്ന സദഖയ്ക്ക് പകരം എന്റെ ഖബറിനകത്ത് സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പ് വിരിച്ച് തരണേ അല്ലോ. ഖബറിനകത്ത് കിടക്കാനുള്ള വിരിപ്പാ, ഖബറിനകത്ത് കിടക്കാനുള്ള വിരിപ്പാ. അല്ലാഹുവേ, ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവരുടെ മണ്ണറ നീ മണിയറയാക്കടേ അല്ലോ. 6 അടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം നൽകണേ അല്ലോ. ഈ സദഖ അതിലൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എടുത്തോളി, പെട്ടെന്ന് എടുത്തോളി ഇൻഷാ അല്ലാഹ്. 6 അടി മണ്ണിനകത്ത് പോക്കറ്റ് കൈകിട്ടോ, ഇതാണ് നിന്റെ പായുടെ പൈസ.
അല്ലാഹുവേ സ്വർഗത്തിലെ വിരിപ്പിന്റെ മുകളിൽ 6 അടി മണ്ണിനകത്ത് കാണുന്ന ഒരു നല്ല സദഖ അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മറഹീമായ ദയാലുവായ അല്ലാഹ്, കരുണയുള്ള പടച്ചവരെ, നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 23 മക്കളുണ്ട് പടച്ചവരെ. അവർക്കൊന്ന് തലചായ്ക്കാരാ, മഴ പെയ്യുമ്പോ നനയാതെ വെയിൽ കൊള്ളാതെ പടച്ചവരെ ഒന്ന് കിടന്നുറങ്ങാൻ ഒരൽപ്പ സ്ഥലത്തിന് വേണ്ടിയാ തമ്പുരാരെ. ആരെല്ലാം ഈ നല്ല സദഖ കൊടുക്കുന്നു അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നോക്കല്ലേ വാപ്പാ, എത്രയുണ്ടെന്ന് നോക്കല്ലേ. നിന്റെ കയ്യിൽ കിട്ടുന്നത് എടുത്തതിനകത്തേ കിട്ടൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ